നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം നടുങ്ങി നിൽക്കുന്ന മണിക്കൂറുകളാണ് ഇനി മുന്നിൽ. ഇറാനെ ഒരൊറ്റ രാത്രി കൊണ്ട് തങ്ങൾ ആക്രമിച്ച് തകർക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US മുന്നോട്ട് വെച്ച 45 ദിവസ വെടിനിർത്തൽ ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു. യുദ്ധത്തിന് സ്ഥിരമായ ഒരു അന്ത്യം കുറിച്ചാൽ മാത്രമേ ഇത്തരമൊരു വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാകൂ എന്നാണ് ഇറാൻ പറഞ്ഞത്. മറുവശത്ത് ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണവും തങ്ങൾക്ക് വേണം. കരാറിൽ ഏർപ്പെടാൻ ഇറാൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് 24 മണിക്കൂർ സമയം മാത്രം. ഈ സമയപരിധിക്കുള്ളിൽ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ വലിയ വിപത്താണ് ഇറാനെ കാത്തിരിക്കുന്നത് എന്ന് ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. ഇറാനിലെ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ഒരൊറ്റ രാത്രിയിൽ ആക്രമിച്ച് തകർക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ രാജ്യം മുഴുവൻ പിടിച്ചടക്കാൻ കഴിയും. ആ രാത്രി അത് നാളെ ആയിരിക്കും. ചൊവ്വാഴ്ച രാത്രി 8 മണി, ഇസ്രയേൽ സമയം ബുധനാഴ്ച പുലർച്ചെ 3 മണി. ഈ സമയപരിധി അന്തിമമാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് കൃത്യമായൊരു പദ്ധതിയുണ്ട്. ഇറാനിലെ എല്ലാ പാലങ്ങളും നാളെ രാത്രി 12 മണിയോടെ ഞങ്ങൾ തകർക്കും. എല്ലാ പവർ പ്ലാന്റുകളും നിശ്ചലമാകും. ഈ പവർ പ്ലാന്റുകൾ കത്തുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യും. ഇറാനിലെ പവർ പ്ലാന്റുകൾ ഇനി ഒരിക്കലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തലത്തിൽ തങ്ങൾ തകർക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഭാവിയിൽ ഇറാന്റെ പുനർനിർമ്മാണത്തിന് അമേരിക്ക സഹായിച്ചേക്കാം. എന്നാൽ ചിലവേറിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി ഇറാനിൽ പുനർനിർമ്മിക്കേണ്ടതില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. താൻ മുൻപ് നൽകിയ അന്ത്യശാസനം ഇറാൻ ഗൗരവത്തിലെടുത്തില്ല. അതാണ് ഇത്തരമൊരു പതനത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ഇനി രക്ഷയില്ല. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അമേരിക്ക പദ്ധതിയിട്ടത് പ്രകാരമുള്ള ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇനി അവ പുനർനിർമ്മിക്കാൻ ഇറാന് 100 വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധത്തിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിഭ നാളെ രാത്രി നിങ്ങൾ കാണും. ഡീൽ അല്ലെങ്കിൽ 24 മണിക്കൂറിനകം ഇറാനെ തുടച്ചു നീക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് മുന്നിൽ ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുന്നു. അമേരിക്ക ഏറ്റവും ക്രൂരമായ ആക്രമണത്തിലേക്ക് കടക്കുമോ? മറുവശത്ത് വലിയൊരു യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകളും പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ തീർക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് മുന്നിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുന്നു. ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. താൽക്കാലിക വെടിനിർത്തലല്ല തങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്ഥിരമായ ശാശ്വതമായ പരിഹാരമാണ്. ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ 10 വ്യവസ്ഥകളാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഹോർമുസിൽ പൂർണ്ണമായ നിയന്ത്രണം, സാമ്പത്തിക ഉപരോധം പൂർണ്ണമായി നീക്കണം, ഇനി തങ്ങളെ ആക്രമിക്കില്ല എന്ന് അമേരിക്ക ഉറപ്പ് നൽകണം, ഗൗരവമേറിയ ഒരു കരാറിൽ ഇറാൻ ഒപ്പുവെക്കണോ, അതോ ഒരിക്കലും വിജയിക്കാത്ത യുദ്ധം ഇനി തുടരണമോ? ഇത് തീരുമാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇറാന് മുന്നിൽ. ഒരിടക്കാല കരാർ അംഗീകരിക്കാൻ ടെഹ്റാൻ വിസമ്മതിച്ചതിനെ അവരുടെ ആത്മവിശ്വാസമായി നമുക്ക് കണക്കുകൂട്ടാൻ കഴിയില്ല. ആഗോള ഊർജ വിപണികളിലെ സമ്മർദ്ദം, മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക നിലയുടെ തകർച്ച എന്നിവയൊക്കെ അമേരിക്കയുടെ മേൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നും അമേരിക്ക ഇത്തരമൊരു യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നും ഇപ്പോഴും ഇറാൻ കരുതുന്നു. ഇറാൻ ഇപ്പോഴും അപകടകാരിയായി തുടരുന്നു. ആ അപകടം ശക്തിക്ക് തുല്യമല്ല. അത് വേദനയുണ്ടാക്കുകയും ലോകത്തെ പല തലങ്ങളിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ലോകത്തെ വിറപ്പിക്കുന്ന പ്രത്യാക്രമണങ്ങൾ, പ്രത്യേകിച്ച് പ്രതീകാത്മക പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ ഇപ്പോഴും ടെഹ്റാന് കഴിവുണ്ട്. അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ സൈനിക ശേഷിയെ ഏതെങ്കിലും തലത്തിൽ ദുർബലപ്പെടുത്താൻ ഇറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സംഘർഷത്തിൻ്റെ ദിശ തിരിച്ചുവിടാനും ഇറാന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിമാനത്താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ഇറാനിയൻ ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രയേലും അമേരിക്കയും വീണ്ടും ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയാകും ഇനി ലോകം കാണുക. ഇറാനിൽ തകർന്ന അമേരിക്കൻ വ്യോമസേന അംഗത്തെ രക്ഷപ്പെടുത്തിയത് ഈ സംഘർഷത്തിൽ US ഇസ്രയേൽ സംയുക്ത സഖ്യം എത്രത്തോളം പ്രബലമാണ് എന്നൊരിക്കൽ കൂടി ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഒരു F-15 വിമാനം വീഴ്ത്തുന്നതിൽ ഇറാൻ വിജയിച്ചു. എന്നാൽ തുടർന്നുണ്ടായ ഓരോ നീക്കവും ഇറാന്റെ വിജയമല്ല, മറിച്ച് അമേരിക്കൻ സേനയുടെ വ്യാപ്തിയും ശക്തിയും ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഏകോപനം, പ്രവർത്തന ധൈര്യം എന്നിവയൊക്കെ ലോകം അംഗീകരിച്ച ഒരു ദിനമാണ് കടന്നുപോയത്. എന്നാൽ അതിലപ്പുറം തങ്ങളുടെ വിലയേറിയ ചില യുദ്ധവിമാനങ്ങൾ ഇറാൻ മണ്ണിൽ വെച്ച് തകർക്കേണ്ടി വന്നത് അമേരിക്കയിൽ ട്രംപിന് വലിയ നാണക്കേടുണ്ടാക്കി.
ഈ നാണക്കേടിൽ നിന്ന് കരകയറണമെങ്കിൽ ഇറാനെ പൂർണ്ണമായി തച്ച് തകർക്കണം. അതിൻ്റെ കലി ട്രംപിൻ്റെ വാക്കുകളിലുണ്ട് എന്ന് വ്യക്തം. ഒരു ക്രൂ അംഗത്തെ പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്നു. രണ്ടാമത്തെ ക്രൂ അംഗം ഏകദേശം 36 മണിക്കൂറിലധികം പർവ്വത പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നു. കനത്ത വ്യോമ പിന്തുണ, CIA ശ്രമങ്ങൾ, മറുവശത്ത് ഇസ്രയേലി ഇന്ത്യൻ സഹായം, ഇവയൊക്കെ ഒരുമിച്ചപ്പോൾ അമേരിക്കയ്ക്ക് സാധ്യമായത് ശത്രുരാജ്യത്തെ ഞെട്ടിക്കുന്ന വിജയം. സ്വന്തം ഭൂപ്രദേശത്ത് നിന്നാണ് അമേരിക്കൻ സേനാംഗങ്ങൾ അവരുടെ സഹപ്രവർത്തകനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. ടെഹ്റാനും അതിൻ്റെ മാധ്യമ ആവാസ വ്യവസ്ഥയുമൊക്കെ CIA ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തി. ടെഹ്റാനിനുള്ളിൽ ഇപ്പോഴും CIAക്ക് തങ്ങളുടെ ചാരന്മാരുടെ നീണ്ട നിരയുണ്ട് എന്ന് ഇറാനെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് വന്ന വാർത്തകൾ. ഇറാനിയൻ ശാഠ്യത്തിന് മുന്നിൽ ഒരൊറ്റ പോംവഴി മാത്രമേ ഇനി അമേരിക്കയ്ക്ക് മുന്നിലുള്ളൂ: സമ്പൂർണ്ണ യുദ്ധം. ഇറാനെ തകർക്കാനുള്ള ആത്യന്തിക യുദ്ധത്തിൻ്റെ തീരുമാനം കൈക്കൊള്ളുന്നതും ഈ പശ്ചാത്തലത്തിൽ. വൈറ്റ് ഹൗസിൽ നടന്ന ഈസ്റ്റർ എഗ് റോൾ പരിപാടിയിൽ വെച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ സമ്പൂർണ്ണമായി തകർക്കുന്ന യുദ്ധപ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ മാസം ഇറാൻ 45,000-ഓളം സിവിലിയന്മാരെ കൊലപ്പെടുത്തി. അതുകൊണ്ട് അവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരില്ല. തങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി ഇറാൻ ജനത ഒരു തീവ്ര യുദ്ധം ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ഇറാനികൾ അക്രമവും ഭയാനകവുമായ ഒരു ലോകത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവിടെ നിങ്ങൾ പ്രതിഷേധിച്ചാൽ നിങ്ങൾ വെടിയേറ്റ് മരിച്ചിരിക്കും. ഹോർമസ് കടലിടുക്ക് തുറക്കുക തന്നെയാണ് ട്രംപിൻ്റെ പ്രഥമ ലക്ഷ്യം. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ യശസ് ഉയർത്തണമെങ്കിൽ ഹോർമസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാനിൽ നിന്ന് വിടുവിക്കുക തന്നെ ചെയ്യണം. ചൊവ്വാഴ്ച രാത്രി 8 മണിക്കുള്ളിൽ കരാറിലെത്താനായില്ല എങ്കിൽ ഇറാൻ നരകതുല്യമാകുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇറാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 2 വൈമാനികരെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപിൻ്റെ മറുപടി ശാന്തവും വ്യക്തവും. അവർ 2 പേരും സുഖം പ്രാപിച്ചു വരുന്നു. അവർക്ക് 2 പേർക്കും പരിക്കേറ്റിരുന്നു, പക്ഷേ ഇപ്പോൾ സുഖം പ്രാപിക്കുന്നു. ഇറാന്റെ ഇപ്പോഴത്തെ നിലപാടിൽ താൻ അസന്തുഷ്ടനാണ് എന്ന് ട്രംപ് പറയുന്നു. ഒരു കരാറിൽ വേഗം അവർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത പക്ഷം ഇറാൻ അതിന് നൽകേണ്ടി വരുന്നത് വലിയ വിലയായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കണക്കുകൂട്ടിയാണ് താൻ നിലപാടുകൾ കടുപ്പിച്ചത്. ഇറാന്റെ നിലപാടുകളിൽ അതൃപ്തിയാണ് തനിക്കുള്ളത്. ഇറാനിൽ വെടിയേറ്റ് വീണ 2 US പൈലറ്റുമാരെ അതിശയിപ്പിക്കുന്ന വേഗതയിലാണ് അമേരിക്ക രക്ഷപ്പെടുത്തിയത്. എന്നാൽ അതിന് അമേരിക്ക കൊടുക്കേണ്ടി വന്ന വില. ഇറാൻ ഒരു US യുദ്ധവിമാനം വെടിവെച്ചിട്ടു. അമേരിക്കയുടെ വിലപിടിപ്പുള്ള 2 വിമാനങ്ങൾ അവർ ബോംബിങ്ങിൽ തകർക്കുന്നു. ഭരണകൂടം വിജയമെന്ന് പറയുന്ന ഈ നടപടിയെ വെറും കോമാളി ഷോ എന്നാണ് അമേരിക്കയിലെ ചില പ്രമുഖർ പരിഹസിക്കുന്നത്. ഒരു യുദ്ധവിമാനം സൈന്യം വെടിവെച്ച് വീഴ്ത്തി, അത് പൂർണ്ണമായും നശിപ്പിച്ചു എന്ന ട്രംപിൻ്റെ അവകാശവാദം എത്ര പരിഹാസ്യമാണ് എന്ന് ചില അമേരിക്കൻസ് ചോദിക്കുന്നു. തലഛേദിക്കപ്പെട്ട ഒരു ഭരണകൂടവുമായി നിങ്ങൾ എങ്ങനെ ചർച്ചകൾ നടത്തുമെന്നാണ് അമേരിക്കയിൽ ഉയരുന്ന പ്രധാന വിമർശനം. ഒരു രാത്രി കൊണ്ട് ഒരു രാജ്യം മുഴുവൻ തകർത്ത് തങ്ങൾ പിടിച്ചെടുക്കുമെന്ന ട്രംപിൻ്റെ അവകാശവാദം. ഇതിനിടയിൽ ചില വിചിത്ര നിലപാടുകളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അമേരിക്ക പിടിച്ചെടുക്കുകയും ആഗോള ഷിപ്പിംഗ് ടോൾ ഈടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. US ആക്രമണങ്ങൾക്ക് ഓരോ ദിവസവും റെക്കോർഡ് വേഗത കൈവരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പീറ്റ് ഹെഗ്സത്ത് പറയുന്നത്. എന്നാൽ പെന്റഗൺ ഡേറ്റ സൂചിപ്പിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യം. US സെൻട്രൽ കമാൻഡിൽ നിന്നുള്ള കണക്കുകൾ കാട്ടുന്നത് 3 ആഴ്ചകളായി പ്രവർത്തനങ്ങളുടെ വേഗതയിൽ യാതൊരുവിധ വ്യതിയാനവുമില്ല. ഭരണകൂടം അവകാശപ്പെടുന്ന ദൈനംദിന വർധനവില്ല. ഏകദേശം 250 സ്ട്രൈക്കുകൾ അവർ ദിവസേനയെന്നോണം ഇറാന് നേർക്ക് ചൊരിയുന്നു. ഇറാൻ ഭയപ്പെടുന്ന 4 മണിക്കൂറുകളാണ് അവരെ കാത്തിരിക്കുന്നത്. ഈ 4 മണിക്കൂറിൽ ഏറ്റവും മാരകമായ ആക്രമണങ്ങൾക്കുള്ള പദ്ധതി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തയ്യാറെടുക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോകും എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ഇറാൻ പറയുന്നത്. ഇനി ഇറാനിൽ നരകം വാഴുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ഏറെ ആശങ്കയാണ് ലോകത്ത് പടരുന്നത്. ഏറ്റവും നടുക്കമുണ്ടാക്കുന്ന നീക്കങ്ങളാണ് US-ഉം ഇസ്രയേലും ചേർന്ന് ഇറാന് നേർക്ക് ഇപ്പോൾ നടത്തുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ നെഞ്ചിടിപ്പിൻ്റേതാകും എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.